കേരള പി.എസ്.സി ഉദ്യോഗാർത്ഥികൾക്കായി ഇന്നത്തെ പ്രധാന കറന്റ് അഫയേഴ്സ് 2026 ജൂലൈ 10. പരീക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഏറ്റവും പുതിയ വസ്തുതകളും ക്വിസ് ചോദ്യങ്ങളും. നമുക്ക് തുടങ്ങാം. ASRO അതിന്റെ അടുത്ത LV-M3 ദൗത്യമായ LV-M3M7നായി CE-20 ക്രയോജനിക് എഞ്ചിന്റെ ഫ്ലൈറ്റ് അക്സെപ്റ്റൻസ് ഹോട്ട് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കി. തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള പ്രൊപ്പൽഷൻ കോംപ്ലക്സിലായിരുന്നു പരീക്ഷണം. LV-M3 റോക്കറ്റിന്റെ അപ്പർ സ്റ്റേജിന് ശക്തി പകരുന്ന ഈ എഞ്ചിൻ 19.5 മുതൽ 22 ടൺ വരെ ത്രസ്റ്റ് നൽകും. ആദ്യമായി നോസിൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത്. ഐക്യരാഷ്ട്രസഭയുടെ അങ്താഡ് പുറത്തിറക്കിയ വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് 2026 പ്രകാരം നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 11ാം സ്ഥാനത്തെത്തി. 2024-ലെ 13ാം സ്ഥാനത്ത് നിന്നാണ് ഈ മുന്നേറ്റം. 2025-ൽ വിദേശ നിക്ഷേപം 44% വർദ്ധിച്ച് $38.89 ബില്യൺ ഡോളറിലെത്തി. ഉൽപ്പാദന മേഖലയിലേക്കുള്ള നിക്ഷേപം ആകർഷിക്കുന്ന നയങ്ങളാണ് ഇതിന് സഹായകമായത്. മിസോറാം സർവകലാശാലയിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന് ദേശീയ ജൈവവൈവിധ്യ അതോറിറ്റി ഡെസിഗ്നേറ്റഡ് റെപ്പോസിറ്ററി പദവി നൽകി. ഇതോടെ ഇത് ഇന്ത്യയുടെ 21ാമത് അംഗീകൃത ജൈവവൈവിധ്യ റെപ്പോസിറ്ററിയായി. ജൈവവൈവിധ്യ ഭേദഗതി നിയമം 2023-ലെ 39ാം വകുപ്പ് പ്രകാരമാണ് വിജ്ഞാപനം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെയും രാജ്യത്ത് ഒരു സർവകലാശാലയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെയും ഈ പദവി സസ്യജന്തുജാലങ്ങളുടെ സാമ്പിളുകൾ സ്ഥിരമായി സൂക്ഷിക്കാൻ അധികാരം നൽകുന്നു. കേന്ദ്ര കൃഷികർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പ്രഗതി എന്ന പുതിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ യുവാക്കളെ കാർഷിക സംരംഭകരാക്കി മാറ്റുകയാണ് ലക്ഷ്യം. 20,000 അഗ്രസംരംഭകരിലൂടെ 20 ലക്ഷത്തിലധികം ചെറുകിട നാമമാത്ര കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കും. 8 സംസ്ഥാനങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന പുനരുജ്ജീവന കൃഷിരീതികൾക്കാണ് ഊന്നൽ. തൃശൂർ ആസ്ഥാനമായുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി മഹേഷ് മുരളീധർ പൈയെ നിയമിക്കുന്നതിന് റിസർവ് ബാങ്ക് അംഗീകാരം നൽകി. 2026 ഒക്ടോബർ 1 മുതൽ 3 വർഷമാണ് കാലാവധി. അതേസമയം ആക്സിസ് ബാങ്കിന്റെ ചെയർമാനായി NS വിശ്വനാഥനെ 3 വർഷത്തേക്ക് പുനർനിയമിക്കാനും അംഗീകാരമായി. ഹരിയാനയിലെ സിർസ ജില്ലയിലെ പ്രശസ്തമായ കിന്നോ ഓറഞ്ചിന് ഭൗമസൂചിക പദവി അതായത് GI ടാഗ് ലഭിച്ചു. ഹരിയാനയിൽ നിന്ന് GI ടാഗ് നേടുന്ന ആദ്യത്തെ പഴമാണ് സിർസ്-കിന്നോ. കിങ്, വില്ലോ ലീഫ് എന്നീ മാൻഡറിൻ ഇനങ്ങളുടെ സങ്കരയിനമായ ഈ പഴം കാലിഫോർണിയയിലാണ് ആദ്യം വികസിപ്പിച്ചത്. GI ടാഗ് ഈ ഉൽപ്പന്നത്തിന് പ്രത്യേക നിയമപരിരക്ഷയും വിപണിമൂല്യവും നൽകും. സംഗീത നാടക അക്കാദമിയുടെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം 2025-ന് അഹമ്മദാബാദിലെ ആചാര്യൻ രൺഛോഡ് ലാൽജി ഗോസ്വാമി അർഹനായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹവേലി സംഗീതത്തിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 40 വയസ്സിന് താഴെയുള്ള മികച്ച യുവ കലാകാരന്മാർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. 25,000 രൂപയും ഫലകവും അംഗവസ്ത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആദ്യ ചോദ്യം. അങ്താഡ് വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് 2026 പ്രകാരം നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ ഇന്ത്യയുടെ ആഗോള റാങ്ക് എത്ര? ഒരു നിമിഷം ആലോചിക്കൂ. ശരിയുത്തരം 11ാമത്. 2024-ലെ 13ാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ 11ാം സ്ഥാനത്തേക്ക് ഉയർന്നു. രണ്ടാമത്തെ ചോദ്യം. ജൈവവൈവിധ്യ നിയമപ്രകാരം ഇന്ത്യയുടെ 21ാമത് ഡെസിഗ്നേറ്റഡ് റെപ്പോസിറ്ററിയായി മാറിയ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏത് സംസ്ഥാനത്താണ്? ചിന്തിക്കൂ. ശരിയുത്തരം മിസോറാം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെയും രാജ്യത്തെ ആദ്യ സർവകലാശാല റെപ്പോസിറ്ററിയുമാണിത്. മൂന്നാമത്തെ ചോദ്യം. ഹവേലി സംഗീതത്തിന് 2025-ലെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം നൽകുന്ന സ്ഥാപനം ഏതാണ്? ഓർത്തുനോക്കൂ. ശരിയുത്തരം സംഗീത നാടക അക്കാദമി.
40 വയസ്സിന് താഴെയുള്ള മികച്ച യുവ കലാകാരന്മാർക്കാണ് ഈ പുരസ്കാരം. ഇന്നത്തെ ക്വിസിന്റെ ഉത്തരങ്ങൾ ഒറ്റനോട്ടത്തിൽ. 1. FDA-യിൽ ഇന്ത്യ 11ാം സ്ഥാനത്ത്. 2. മിസോറാം 21ാമത് ജൈവവൈവിധ്യ റെപ്പോസിറ്ററി. 3. സംഗീത നാടക അക്കാദമി ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരം. ഈ വസ്തുതകൾ ഒന്നുകൂടി ഓർത്തുവെക്കൂ. ഇന്നത്തെ കറന്റ് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുന്നു. ഓഗസ്റ്റ് 1 10ാം ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഇപ്പോൾ തുളസിയിൽ ലഭ്യമാണ്. അതിനെക്കുറിച്ചുള്ള പ്രത്യേക വീഡിയോ ചാനലിൽ കാണാം. 34 തസ്തികകളിലേക്കുള്ള പുതിയ വിജ്ഞാപനത്തിന് ഓഗസ്റ്റ് 5 വരെ അപേക്ഷിക്കാം. ജൂലൈ 18 പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഉടൻ ഡൗൺലോഡ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ ഇതേ സമയം വീണ്ടും കാണാം.